ആശാനേ, ഇതാണോ സ്ഥലം? തന്നെ ആയിരിക്കും. ഇവിടെ കിഴക്കെവിടെടാ? കലത്തിൽ. കലത്തിൽ. കലത്തിലോ? എന്തുവാ? കിഴങ്ങല്ലേ? ഇവിടെ കിഴങ്ങല്ല ചോദിച്ചടാ, കിഴങ്ങാ. കിഴക്കെവിടാന്നാ ചോദിച്ചത്. കിഴക്ക് സൂര്യൻ ഉദിച്ചു നിൽക്കുന്ന അവിടെ, അപ്പൊ അതായിരിക്കും കിഴക്ക്. ആ, സൂര്യൻ അവിടെ ആകുമ്പോ പടിഞ്ഞാറ് അവിടെ ആയിരിക്കും. കണ്ടോ എന്റെ ആശാന്റെ ജ്ഞാനം. അത് വലിയ ബുദ്ധിയാ. അത് കിഴക്കതാണെങ്കിൽ പടിഞ്ഞാറതാന്ന് ഏത് കൊച്ചുകുട്ടിക്ക് അറിയാൻ പാടില്ലാത്ത ത്രിലോക ജ്ഞാനിയാ. നീ കിടിക്കാന്നാ വല്ലവരും കളിയാക്കുന്ന ചിരിക്കാനാണ് എന്നെ വന്നത്? അല്ല, പണിയാൻ വന്നു. പഠിക്കാനാ? നീ പഠിക്കുന്നു, നീ എന്നെ കളിയാക്കണ. നീ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, എന്നോട് എന്റെ അനുവാദം ഇല്ലാതെ ഒരു ഒറ്റ തടിയിലോ ഒറ്റ കാര്യത്തോ നീ ചെയ്തു പോരുത്, മനസ്സിലായല്ലോ? അതെന്തോ ആശാൻ അങ്ങനെ നീ പറയുന്നത്? അങ്ങനെ ചെയ്യണ്ട. അതെ, ഹലോ, നിങ്ങൾ എന്തൊരു മനുഷ്യനാണ്? എന്ത്? അദ്ദേഹത്തിന്റെ ആശാനല്ലേ നിങ്ങൾ? അതെ. അദ്ദേഹത്തിന് ഒരു തടിയിലും തൊടിക്കാതെ അയാൾ എങ്ങനെയാണ് പണി പിടിക്കുന്നത്? നിങ്ങളെ വിശ്വസിച്ച് അങ്ങനെ കൂടെ നടക്കുമ്പോ അയാൾക്ക് പണി പിടിക്കണം എന്നുള്ള ആഗ്രഹത്തിലല്ലേ വരുന്നത്? സ്വാതന്ത്ര്യം കൊടുക്കണമെന്ന് നിങ്ങൾ പറയുന്നത്? അതെ, അയാൾക്ക് തടി പണിയാനുള്ള സ്വാതന്ത്ര്യം കൊടുക്കണമെന്ന് പറയുന്നത്. കൊടുത്താലേ പയ്യനെന്തെങ്കിലും നിങ്ങളെ പോലെ പണിക്കാനാകുമ്പോഴോ? ഒരു പ്രാവശ്യം ഞാൻ സ്വാതന്ത്ര്യം കൊടുത്തു, നിങ്ങൾക്ക് അറിയാവോ? രമണി ടീച്ചറിന്റെ വീട്ടിലെ കക്കൂസിന് കഥ ഇടാൻ ഇവനെ സ്വാതന്ത്ര്യം കൊടുത്തു. ഇവനെ അവിടെ വിട്ടു. യവൻ അവിടെ ചെന്ന് കക്കൂസിന് കഥ വിട്ടു. നിങ്ങൾക്ക് അറിയണോ? കക്കൂസിന് സാധാരണ കഥ ഇടുമ്പോൾ നമ്മൾ ഗ്യാപ്പ് ഇടുമല്ലോ മുകളിൽ. യവൻ എവിടെ ഇട്ട ഗ്യാപ്പ് എന്നറിയോ? താഴെ. ഈ യവന് ഞാൻ സ്വാതന്ത്ര്യം കൊടുക്കാൻ പറ്റുമോ? മനസ്സിലായോ? അതുകൊണ്ടാണ് പറഞ്ഞാൽ ഞാൻ അറിയാതെ ഒരു പണി നീ ചെയ്യരുതെന്ന് പറഞ്ഞത്. ആശാനെ, എന്നെ പഠിച്ചാലും പഠിച്ചില്ലേലും എനിക്ക് ഇന്ന് വൈകിട്ട് 500 രൂപ കൂടുതൽ തരണം. അതെങ്ങനെയാണ് 500 രൂപ? എന്റെ ഭാര്യയുടെ മുടി ഒന്ന് സ്ട്രൈറ്റ് ചെയ്യാൻ. എന്തിനാ? മുടി ഒന്ന് സ്ട്രൈറ്റ് ചെയ്യാൻ. ഭാര്യയുടെ മുടി സ്ട്രൈറ്റ് ചെയ്യാൻ. അങ്ങനെയാണ് ഞാനോ ഒരു 500 ഇട്ട് 1000 അങ്ങ് തരാം. അതെന്തിനാ? നിന്റെ ഭാര്യയുടെ നാക്കൂടെ സ്ട്രൈറ്റ് ചെയ്യാൻ. അവിടെ ചീത്തവടി കൊണ്ട് എനിക്ക് അയലത്ത് കിടന്ന് ഉറങ്ങാൻ പറ്റത്തില്ലെന്ന് അത്രയ്ക്ക് ചീത്തവടിയാണ്. ആശാനെ, ഭാര്യമാരെ കുറിച്ച് അങ്ങനൊന്നും പറയരുത്. എന്താ? ഭൂമിദേവി അറിയാവോ? ഭാര്യമാരോ? ആന്ന് ഉറങ്ങി കിടക്കുമ്പോ ഉണർന്നിരുന്ന നീ കണ്ടിട്ടുണ്ടോ ഭാര്യമാരെ? പുലാൻദേവിയാ, പുലാൻദേവി. അറിയാവോ? എന്റെ ഭാര്യയുടെ കാര്യം എനിക്ക് അറിഞ്ഞാൽ. നിന്റെ ഭാര്യയുടെ കാര്യം ഒന്ന് പറയണ്ട. അല്ലെ ഞാൻ ചോദിച്ചോടാ, നിന്റെ വീട്ടിലുള്ളവർക്കല്ല ഈ മൂളാനെ അറിയത്തുള്ളൂടാ. നാക്കില്ലേ, സംസാരിക്കത്തില്ലേ? അതാ എനിക്ക് പറഞ്ഞേ. ഞാൻ ഇവരോട് ഒരു ദിവസം ഇവനെ തിരക്കി അവന്റെ വീട്ടിൽ ചെന്ന് എല്ലാവരും മൂളുവാണ്. അത് ഇവന്റെ അച്ഛനെ കണ്ട് ഞാൻ ചോദിച്ചു, രാജു ഇവിടെ ഉണ്ടോ? രാജു എന്നേരം അച്ഛൻ ഒരൊറ്റ പോക്ക്, ഒന്നും പറയുന്നില്ല. അപ്പൊ ഞാൻ എന്ത് പറ ഇങ്ങനെ പോകുന്നേ? അപ്പൊ അവരുടെ അമ്മ വന്നു. അമ്മയോട് ഞാൻ ചോദിച്ചു, അമ്മേ രാജു ഇവിടെ ഉണ്ടോ? എന്നേരം ഒരൊറ്റ പോക്ക്. ആണെന്നേ. പിന്നെ അവസാനം എൻ്റെ ഭാര്യ വന്ന് ഭാര്യയോട് ഞാൻ ചോദിച്ചു, ഈ രാജു ഇവിടെ ഉണ്ടോ? നിന്റെ ഭർത്താവ് രാജു ഇവിടെ ഉണ്ടോ? അപ്പോൾ ഒറ്റ മുഴുവൻ പോക്ക്. ഇതെന്താ ഇങ്ങനെ? ഇത് എനിക്കറിയത്തില്ല. എടാ, ഞാൻ ഇത് വല്ല അസുഖം നിനക്കുണ്ടോ ഈ അസുഖം? ചോദിച്ച് ഞാൻ ഇനി എടുത്തു കേട്ടോ. ആശാനെ, പെണങ്ങല്ല ആശാനെ എന്നും പറഞ്ഞ എന്റെ വീട്ടിൽ വരാതൊന്നും ഇരിക്കരുത്. എന്തിന്? വീട്ടിൽ ചെറിയ വിശേഷമൊക്കെ. വിശേഷം? എന്താ വിശേഷം? അനിയന്റെ കല്യാണമൊക്കെ റെഡിയായി. കല്യാണം റെഡിയാണ്. എന്നാടാ കല്യാണം? നീ പെണ്ണ് കാണണം. ഇവന് ഭ്രാന്താണോ? പെണ്ണ് കാണാൻ പോന്നോ? അല്ല, പെണ്ണ് കണ്ടിട്ട് വേണ്ടേ കല്യാണം? പെണ്ണ് കാണാൻ പോന്നോ? എന്നാ പോകുന്നത്? ബ്രോക്കറോട് വല്ലതും പറയണം, പറ്റുന്ന പെണ്ണ് വല്ലതും ഉണ്ട്. ബ്രോക്കറിനോട് പോലും പറഞ്ഞില്ല ഇതുവരെ കല്യാണം റെഡി ആയെന്ന് പറഞ്ഞ് എന്നെ ക്ഷണിക്കുന്ന ഞാൻ വിചാരിച്ചു. അല്ല ആശാനെ, അവനുള്ള പെണ്ണിനെ എങ്ങനെ നമ്മൾ കണ്ടുപിടിക്കും? എങ്ങനെ കണ്ടുപിടിക്കാം? അവനാണെങ്കിൽ ഭയങ്കര സങ്കല്പം. അവൻ കിട്ടുന്ന പെണ്ണിനെ എന്താ സങ്കല്പം? അതായത് മാനിന്റെ കണ്ണായിരിക്കണം. മാനിന്റെ കണ്ണ്? മയിലിന്റെ അന്നനട നടത്തമായിരിക്കും. ശരി ശരി. മയിലിന്റെ അന്നനടയോ? ചുണ്ടൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തത്തയുടെ ചുണ്ട് പോലെ. തത്തയുടെ ചുണ്ട് പോലെ ഇരിക്കണം. പിന്നെ അരി പെറുക്കി തിന്നാനാ? എന്തോ അറിയത്തില്ല, കേട്ടെ. പക്ഷെ പൊക്കത്തിന്റെ കാര്യത്തിൽ യാതൊരു അഡ്ജസ്റ്റ്മെന്റും ഇല്ല. ഒട്ടകത്തിന്റെ പൊക്കം വേണം. അപ്പം മാനിന്റെ കണ്ണ്, തത്തയുടെ ചുണ്ട്, അന്ന നടത്തം, ഒട്ടകത്തിന്റെ പൊക്കം. ഈ മനുഷ്യൻ്റെതായിട്ടുള്ള ഒന്നും വേണ്ട ഇതിന്റെ അനിയൻ. അത് വേണം. എന്നിട്ട് എല്ലാം മൃഗങ്ങളുടെ ഏതെങ്കിലും വേട്ടക്കാരനോട് പറയടാ, അവർ ചെയ്ത് ഉണ്ടാക്കി തരും പെണ്ണിന്. നിങ്ങൾ കുറെ 1 മണിക്കൂറായാലോ വന്നിട്ട് സംസാരിച്ച് നിൽക്കാതെ പണി തുടങ്ങിയിട്ടില്ല. അത് ശരി. കാര്യങ്ങൾ സംസാരിച്ച് വന്നപ്പോ അങ്ങനെ അങ്ങോട്ട് പോയതാണ്. കറക്റ്റായിട്ട് വൈകിട്ട് പൈസ. അതല്ലേ ഇവിടെ കന്നിമൂല ഏതാടാ? കന്നിമൂല അതായിരിക്കും. കന്നിമൂല. അതാണോ കന്നിമൂല? നീ ഇപ്പൊ എന്റെ കൂടെ ഇങ്ങോട്ട് വന്നത്, പിന്നെ ഇവിടുത്തെ കന്നിമൂല നിനക്ക് എങ്ങനെ അറിയാം? അവിടുന്നല്ലേ നല്ല കഞ്ഞിയുടെ മണം. കന്നിമൂലടാ, കന്നിമൂലയാണ് ചോദിച്ചത്. കന്നിമൂല. നീ ഒരു കാര്യം, ആ തടിയെ നോക്ക്. തടി നോക്കേ. അവസാനേ ആ തടി കണ്ടിട്ട് ഊട്ടിയാണെന്ന് തോന്നുന്നു. തടി ഊട്ടിയാണെന്ന് തോന്നുന്നു. ഊട്ടിയല്ലടാ, കൊടൈക്കനാല്. അത് ഈട്ടിത്തടിയാടാ, ഈട്ടിത്തടി. ആ തടി ആണാണോ പെണ്ണാണോ? നീ കൊട്ടുപിടി വെച്ച് തട്ടി നോക്കിയേ. കൊട്ടുപിടി തട്ടി നോക്കാനോ? അതെങ്ങനെ മനസ്സിലാപ്പോ ആണാണോ പെണ്ണാണോ? അതങ്ങനെ വിദ്യയുണ്ട്, അതൊന്നും അറിയില്ലല്ലേ. നമ്മള് ഈ തടി ആണാണോ പെണ്ണാണോ നോക്കുന്നത് തടിയിൽ ഇങ്ങനെ തൊട്ട് നോക്കും. അതായത് തടി ഇങ്ങനെ കിടക്കുമ്പോൾ നമ്മൾ വന്ന് ചുറ്റി വെച്ച് ഒറ്റയടി, ഒരു നാണമില്ലാതെ അനങ്ങാതെ കിടക്കും. അത് ആൺതടിയാണ്, മനസ്സിലായില്ലേ? അതേപോലും നമ്മൾ ചുറ്റി വെച്ച്
ഒറ്റയടി അടിച്ചാൽ റബ്ബർ പന്ത് പോലെ തെറിച്ച് നമ്മുടെ തോളെ കയറി വന്നാൽ അത് പെണ്ണ്. തെറിപ്പുള്ളത് പെണ്ണ്, നാണമില്ലാതെ കിടക്കുന്നതാണ്. ആണല്ലേ? അങ്ങനെയാണ്. ആ ശരി. അല്ല, നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. എന്താണ്? നിങ്ങൾ എത്ര വർഷമായി ഈ ഫീൽഡിൽ? ഞാൻ ഏതാണ്ട് 30-35 വർഷമായി. ഇപ്പൊ എത്ര വയസ്സായി? എനിക്ക് 58 വയസ്സോളമായി. ആണല്ലേ? അതെ. ഈ തടിയോടൊക്കെ പണ്ടത്തെ കാരണന്മാര് പറഞ്ഞത് എന്താണെന്നറിയാമോ ഉല്ലാസ് ഭായി? തടിയോടൊക്കെ നമ്മൾ അനുവാദം ചോദിച്ചിട്ടേ, ഇപ്പൊ ഒരു കാട്ടിൽ ചെന്ന് തടി വെട്ടാൻ ചെല്ലുവാണെങ്കിൽ അവിടുത്തെ പക്ഷിമൃഗാദികളോട്, കുരങ്ങനോട്, അവിടുത്തെ എല്ലാവരോടും ചോദിച്ചിട്ട് വേണം തടി വെട്ടാൻ. അതിന് നോവരുത്. അതിനോട് അനുവാദം ചോദിച്ചിട്ട് അനുവാദം തന്നാൽ മാത്രമേ വെട്ടാൻ പറ്റുള്ളൂ. അങ്ങനെയാണ്. മരത്തിന്റെ അനുവാദം മേടിക്കണം. അപ്പൊ ഒരു കാര്യം ചെയ്യടാ, ഇനി നമ്മൾ തടി വെട്ടുമ്പോ ഞങ്ങളൊരു കാര്യം ചെയ്യാം. ഞാൻ വെട്ടിക്കോട്ടെ, അനുവദിക്കണേ എന്ന് അനുവാദം ചോദിച്ചിട്ട് ഒന്ന് തടി ഒന്ന് വളച്ച് നിർത്തി, കയറ് കെട്ടി വളച്ച് നിർത്തിയിട്ട് ഇങ്ങനെ വളച്ച് നിർത്തുമല്ലോ. അപ്പൊ ഒരു അനസ്തേഷ്യം കൂടെ കൊടുത്തിട്ട് തടി മുറിക്കും. അങ്ങനെ ആകുമ്പോൾ വേദനിക്കത്തില്ല. ഒന്ന് പോടേ, എന്താണ് ഇതൊക്കെ പറയുന്നത്? അത് പോട്ടെ, ഞങ്ങൾ പണി മുടങ്ങാൻ പോവാണ്. ഞങ്ങൾക്ക് 1 ലോഡ് മണൽ വേണം. 1 ലോഡ് മണലോ? 1 ലോഡ് മണൽ. മണൽ എന്തിനാണ് ഇവിടെ? തടിപ്പണിക്കല്ലേ നിങ്ങൾ വന്നത്? തടിപ്പണിക്കാണ്, അതാണ് പറഞ്ഞത്. മണൽ വേണം, 1 ലോഡ് മണൽ വേണം. തടിപ്പണിക്ക് എന്തിനാ മണല്? ഞങ്ങൾക്ക് ഉളി തേക്കാൻ 1 ലോഡ് മണൽ വേണം. അപ്പൊ തേപ്പാണ് മിക്കവാറും. അതൊക്കെ അങ്ങനല്ല, പറഞ്ഞു പറയാ എന്നെ പറ്റി. എന്റെ ആശാനെ കുറിച്ച് അങ്ങനൊന്നും പറയാം. ഞാൻ പറഞ്ഞേക്കണം, ഞാൻ പെരുന്തച്ഛന്റെ അല്ല, പെരുന്തച്ഛന്റെ ഫോട്ടോ വെച്ച് പണി തുടങ്ങുന്ന ഒരു തടിപ്പണിക്കാരനാണ് ഞാൻ. മനസ്സിലായില്ലേ? മാത്രമല്ല, ഞാൻ തടിയിലും കല്ലിലും പണിയും. തക്കം കിട്ടിയ വീട്ടുകാർക്കിട്ട് പണി. ഇവൻ എന്തിനാണ് വന്നത്? എന്റെ കൂടെ പണി പഠിക്കാൻ വന്നതോ അത് എന്നെ കൊച്ചാക്കാൻ വന്നതോ? അല്ല, നിങ്ങൾ ഇങ്ങനെ സംസാരിച്ചെങ്കിൽ അത് പണി അങ്ങ് തുടങ്ങിയാൽ നമ്മൾ ഇന്ന് പണിയുന്നില്ല. നമ്മൾ ഈ സ്ഥലമൊക്കെ ഒന്ന് കണ്ടു വെക്കാനായിട്ട് വന്നത്. മോഷ്ടിക്കാൻ വന്നോ? അല്ല, ഈ സ്ഥലം കൂടി എനിക്ക് ഇന്ന് കോടതി വരുന്നുണ്ട്, ഒരു വാദമുണ്ട്. കോടതിയിലാ? ആ, വക്കീലാണോ? വക്കീലല്ല, ഇന്നെന്റെ കേസിന്റെ അവസാനത്തെ വിധി പറയുന്നത്. കൊലപാതകീനെയൊക്കെയാണ്. കൊലപാതകം എന്ന് പറയരുത്. ഒരു അബദ്ധം പറ്റിയതാണ്. എന്താ പറ്റി? മറ്റൊന്നുമല്ല, എന്റെ ആശാന് ഞങ്ങളുടെ ഒരു വീട്ടിൽ പണിയാൻ പോയി. അപ്പൊ ഇവിടെ കതക് പിറ്റിയായിരുന്നു. കതക് പിറ്റി ചെയ്തപ്പോൾ എന്നോട് പറഞ്ഞു, ആ കതക് ചാരിപ്പാതെ മറിഞ്ഞു പോകുന്നത് പിടിച്ചേക്കാൻ പറഞ്ഞു. ഞാൻ ഇരുന്ന് ഇങ്ങനെ കതക് ചാരി പിടിക്കുകയാണ്. ഈ ആശാനത് എന്റെ മേളിക്കട ഇങ്ങനെ ഒരു സ്ക്രൂ ഇട്ട് ഇങ്ങനെ മുറിക്കൊണ്ടിരിക്കുകയാണ്. അത് മുറിക്കൊണ്ടിരുന്നപ്പോൾ എന്നോട് പറഞ്ഞു, ഡേയ് നീ ആ വീതുളി ഇങ്ങനെ എടുക്കാൻ പറഞ്ഞു. അപ്പൊ കഥകിന്ന് പിടിവിടാൻ പറ്റത്തില്ലല്ലോ, നീ ഒന്ന് നിന്ന് കാണിച്ചേ. ഇങ്ങനെ നിന്ന് പിരിക്കുകയാണ്, ഞാനിവിടെ ഇങ്ങനെ ഇരിക്കുകയാണ്. മനസ്സിലായില്ലേ? വീതുളി എടുക്കാൻ പറഞ്ഞേ. ഡേയ് ആ വീതുളി എടുത്താടേ. ഞാൻ കഥകിന്ന് പിടിവിടാതെ വീതുളി എടുത്ത് ഇങ്ങനെ അങ്ങോട്ട് കൊടുത്തു. തീർന്നു, വെള്ളയ്ക്കാ തീർന്നു. അങ്ങനെ അബദ്ധം പറ്റി, അല്ല മനഃപൂർവ്വമൊന്നുമല്ല. അപ്പൊ അതുകൊണ്ട് ഞാൻ ഈ കേസ് ഒന്ന് നോക്കിയിട്ട് ഞാൻ വരാം. നല്ല ഗുരുത്തുള്ള പണിക്കാരനാണ്. നെടുമങ്ങാട് ചെല്ലപ്പൻ എന്ന് പറഞ്ഞാൽ ആരും അറിയും. നെടുമങ്ങാട് ചെല്ലപ്പൻ. അപ്പൊ ആ ആള് നിങ്ങളാണ്. സൂപ്പർ പണി. അത് എനിക്ക് മനസ്സിലായി. എന്റെ ചേട്ടനെ ഗൾഫിലായിരുന്നു. ഉല്ലാസ് ഭായി കേൾക്കണം, എന്റെ ചേട്ടൻ ഗൾഫിലായിരുന്നു. പുതിയൊരു വീട് പണിതിട്ട് പാലുകാച്ചിന്റെ അന്ന് ഫ്രണ്ട് ഡോറ് മലക്കം മറിഞ്ഞങ്ങ് വീണു. കൊത്തുപണിയൊക്കെ ചെയ്ത് ഭയങ്കര വിലയുള്ള വീടിന്റെ ഫ്രണ്ട് ഡോറ് മറിഞ്ഞു വീണെന്ന്. പാലുകാച്ചന്റെ ഈ പുള്ളി പണിത്. എവിടുത്തെ കാര്യം പറഞ്ഞത്? അതായത് എവിടെ? നെടുമങ്ങാടല്ലേ? നെടുമങ്ങാട് ജംഗ്ഷനിൽ നിന്ന് ഇടത്തോട്ട് തിരിയുമ്പോ 4ാമത്തെ വീട്, ആ വലിയ വീടില്ലേ ഗൾഫുകാരന്റെ, ആ വീട് നിങ്ങളാണ് പണിത് അല്ലേ? അതിന്റെ ഫ്രണ്ട് ഡോർ ആണ് മറിഞ്ഞാടി എന്ന് പറഞ്ഞേ. പാലുകാച്ചിന്റെ അതങ്ങനെ പറയാൻ സാധ്യതയില്ലല്ലോ. അങ്ങനെ പറയാൻ സാധ്യതയില്ല. കഥ അങ്ങനെ പറയാം. നമ്മൾ പണിയുന്ന കഥ അങ്ങനെ പറയത്തില്ല. അതിനെ ഞങ്ങൾ പിന്നെ നുണ പറഞ്ഞാന്നാണ് പറഞ്ഞത്. പാലുകാച്ചിന്റെ അന്നാം ഡോറ് മറിഞ്ഞു വീണു. അങ്ങനെ വരാൻ സാധ്യതയില്ലല്ലോ സാറേ. മറിഞ്ഞു വീണു അവരല്ലേ പറയുന്നത്. അങ്ങനെ പറഞ്ഞേ. വീണെങ്കിൽ ഒരു കാര്യം എനിക്ക് സംശയം, എന്റെ സംശയം അതായിരിക്കും. ഒന്നുകിൽ നിങ്ങൾ ആരെങ്കിലും ആ കഥ തുറക്കുകയോ അടക്കുകയോ ചെയ്തു കാണും. ഇല്ലെങ്കിൽ അങ്ങനെ വരാൻ വഴിയില്ല. കഥക് പണിയുന്നത് തുറക്കാനോ അടയ്ക്കാനോ ആണെന്നല്ല എനിക്കറിയാം. പിന്നെ പക്ഷെ ആ വീട്ടുകാരെന്തോ പറഞ്ഞറിയോ? നല്ല കൊത്തുപണിയുള്ളൊരു കഥ, നല്ല ഫ്രണ്ട് വ്യൂവിൽ കറക്റ്റ് ആയിരിക്കണം എന്നാണ് എന്നോട് പറഞ്ഞത്. അതനുസരിച്ച് ഞാൻ ചെയ്തത്. പിന്നെ കഥക് തുറക്കാനോ അടക്കാനോ ആണെന്ന് അവരെന്നോട് പറയണമായിരുന്നു. അങ്ങനെയാണെങ്കിൽ ഞാൻ വിജാവിരിയുടെ ഫിറ്റ് ചെയ്ത് കൊടുക്കണം. വിജാവിരിയുടെ സാധനമുണ്ട്, അത് ഫിറ്റ് ചെയ്യാൻ അവരെന്നോട് പറഞ്ഞില്ല. ഇയാൾ എവിടുത്തെ മേച്ചിരിയാണോ? അതോട് കഥ പണിയുമ്പോൾ അറിയത്തില്ല വിജാവിരി ഫിറ്റ് ചെയ്യണം. അത് എന്നോട് പറയണം. തുറക്കണോ അടക്കണോ എന്ന് എന്നോട് പറയണം. കഥവിന്റെ ഫ്രണ്ട് ഡോർ ഫിറ്റ് ചെയ്യണം ഞാൻ ഫിറ്റ് ചെയ്ത് കൊടുക്കും. എന്റെ യുക്തിയുള്ളൂ, ഇത്രയുള്ളൂ യുക്തി. ഞാൻ എന്നോട് പറയുന്നത് മാത്രമേ ഞാൻ ചെയ്യത്തുള്ളൂ. അത് യുക്തിപൂർവ്വം ആ വർക്ക് ചെയ്ത് കൊടുക്കണ്ടേ? ഞാൻ കഥവ് പണിയുമ്പോ അതിനകത്ത് വിജാഗിരി ഫിറ്റ് ചെയ്യണം എന്നുള്ളത് പറഞ്ഞാലേ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഞാൻ അങ്ങനെ ചെയ്യത്തുള്ളൂ, അങ്ങനെ ചെയ്യത്തുള്ളൂ. നിങ്ങൾ യുക്തിപൂർവ്വം പണിയൂ. ഞാനാണ് യുക്തിപൂർവ്വം പണിയുന്ന ആളാണോ? ഉറപ്പാണോ? ഇയാളെ കൊണ്ട് ഉണ്ടാക്കും. ഇന്നത്തെ പണിയല്ല, ഞാൻ ചെയ്യുന്നില്ല. യുക്തി ഉണ്ടാക്കുന്ന അങ്ങനെയുള്ള മേശരിയുണ്ട്.